ഇപ്പം വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടി വരുന്നു. അത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അല്ലെ നമ്മൾ കരുതലോടെ വളർത്തിയ മക്കൾ വയ്യാതെ വരുമ്പോൾ നമ്മളെ സംരക്ഷിക്കുമെന്ന വിശ്വാസത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നത് ഇല്ലാതാകുകയാണ്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരണം. നമ്മളെ വളർത്തി വലുതാക്കിയവരാണ്. ഞങ്ങള് വയ്യാതാകും, അച്ഛനും അമ്മയ്ക്കും വയ്യാതാകുമ്പോൾ നമ്മൾ അവരെ ചേർത്ത് നിർത്തിയെങ്കിൽ നമ്മുടെ മക്കൾ, ഇപ്പൊ നമ്മൾ വളർത്തുന്ന മക്കള്, നമ്മുടെ വിശ്വാസം എന്തുവാ, എന്നെ വയ്യാതാകുമ്പോൾ നോക്കും, വയസ്സാകുമ്പോൾ നോക്കും, അല്ലെ എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും എന്നൊക്കെയാണ്. പക്ഷെ ഇന്ന് അതൊന്നും ഇല്ലാതെ വരുന്നത് നമ്മളും കൂടി അത് ചെയ്ത് കാണിച്ചെങ്കിലേ നമ്മുടെ മക്കളും നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്തു തരുവാൻ മനസ്സ് കാണിക്കുകയുള്ളൂ എന്ന് കൂടി ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ പഠിക്കാത്ത വരുന്ന സാഹചര്യമൊക്കെ ഇതൊക്കെ പഠിപ്പിച്ചു കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പണ്ടൊക്കെ നമ്മൾ കണ്ടുപിടിച്ചതായിരുന്നു, ഇതാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെ എന്താണ് ബഹുമാനം, അല്ലെ എന്താണ് ഒരാളെ അംഗീകരിച്ച് അല്ലെ വീട്ടിലുള്ള മാതാപിതാക്കളോട് സ്നേഹം പങ്കുവെക്കേണ്ടത് എന്ന് സ്വന്തമായിട്ട് സ്വന്തം വീടുകളിൽ നിന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ പഠിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം വരണം. ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ടോ അല്ലെ വരുന്ന ദിവസങ്ങളിലെ ഓരോ പരിപാടി കൊണ്ടോ ഒന്നും ഇത് മാറിയെടുക്കത്തില്ല. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നെങ്കിൽ ഒരു വീട്ടിലെങ്കിലും അത് അത്തരത്തിൽ മാറാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയ കാര്യം എന്ന് കണ്ടുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നടത്തുന്ന ക്ലാസ്സുകൾ അവിടെ കാര്യം നമുക്കിതിന്റെ നിയമോപദേശങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഇവിടെ നൽകാൻ ആളുകളുണ്ട്. അല്ലെ അങ്ങനെ പോകുന്നതിനേക്കാളും ഈ സ്വയം നമ്മുടെ വീടുകൾ നന്നാക്കി എടുക്കുവാനുള്ള ഒരു പ്രയത്നം കൂടി ആവണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ജൂൺ 15 വയോജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ഉള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തുന്ന ഇന്നത്തെ ഈ ദിവസം അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ആ വിട്ടുവീഴ്ചയിലൂടെ നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് സ്നേഹവും ആദരവും നൽകി നമുക്ക് ചേർത്ത് പിടിക്കാം. അതാണ് ഒരു കുടുംബത്തിന്റെ ഐശ്വര്യം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഇത്തരം ഒരു ദിനാചരണത്തിന്റെ യാതൊരു കാര്യവുമില്ല. അപ്പൊ അത്തരത്തിലൊരു അവസ്ഥ ഇല്ലാതാക്കാൻ നമ്മള് സമൂഹത്തിന്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഓരോ കുടുംബത്തിനോടും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ വിവിധ മേഖലകളിലുള്ള നമ്മുടെ ഉദ്യോഗസ്ഥരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്നത്തെ ഇത്തരം പ്രോഗ്രാമുകളിലൂടെ നമ്മളുടെ ഇന്നത്തെ അവസ്ഥ മാറി നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാനൊരു മനസ്സ് നമ്മളിൽ ഉണ്ടാകണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാം എനിക്ക് സ്വാഗതം ആശംസിക്കാന്നുള്ളതാണ്. ഞാൻ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പൗരന്മാർ നാടിന്റെ അമൂല്യ സമ്പത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ നാടിന് നൽകിയ മഹത്തായ സംഭാവനകളെ ആദരപൂർവം നമിക്കുന്നു. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മുതിർന്ന പൗരന്മാരെ നോവിക്കില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഞാൻ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായ മുതിർന്ന പൗരന്മാരോട് ബഹുമാനത്തോടെയും ആദരവോടെയും പെരുമാറുമെന്നും വയോജന ക്ഷേമത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഓക്കെ, ready.